എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തെ നടുക്കിയ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. അതായത് പാകിസ്ഥാൻ തീവ്രവാദികൾ പെഹൽഗാമിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ വിനോദസഞ്ചാരികളായി എത്തിയ ഏകദേശം 28ഓളം ഹിന്ദു ടൂറിസ്റ്റുകളെ, അതായത് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊല്ലുമായിരുന്നു. അപ്പോൾ അതിന് മറുപടി എന്നോണമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതും ജയ്ഷയുടെയും ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരെ ഇന്ത്യ ബോംബ് പൊട്ടിച്ചു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് പെഹൽഗാമിൽ ഇത്തരത്തിൽ ആൾക്കാരെ കൊന്നൊടുക്കാനല്ല, അതായത് ഏകദേശം 100-300ഓളം പേരെ ബന്ദിയാക്കിയിട്ട് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഈ ലഷ്കറുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ തീവ്രവാദികൾ ലക്ഷ്യം വെച്ചത്. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസായ ISIയും ഇറാൻ്റെ ഇൻ്റലിജൻസായ മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഡാറ്റയും ഇൻഫോർമേഷൻസും എല്ലാം പല ഡീറ്റെയിൽസും അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ISIക്ക് അയച്ച ഒരു കത്ത് ചോർന്നിരുന്നു. ആ കത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഇറാൻ ഇൻ്റലിജൻസുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യരുത്. അതായത് ഇറാൻ ഇൻ്റലിജൻസ് ഇന്ത്യക്ക് പല കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ അത് മൊസാദിന് പങ്കുവെക്കും, അതിപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങൾ ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇറാൻ ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ എന്താ പറയുക പാകിസ്ഥാൻ പെഹൽഗാമിൽ ലക്ഷ്യം വെച്ചത് മറ്റൊന്നായിരുന്നു എന്ന് പുറത്തുവിട്ടത്. അപ്പോൾ അതിന് കോണ്ടക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ISIയും ഇറാൻ്റെ ഇൻ്റലിജൻസും നല്ല ടേംസിലാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന ഏകദേശം ഒരു മാസം മുന്നേ ഹമാസിൻ്റെ കുറേ ആൾക്കാർ, ഹമാസിൻ്റെ കുറേ തീവ്രവാദികളൊക്കെ വന്നിട്ട് ഈ POKയിലേക്ക് വന്നിരുന്നു. പാകിസ്ഥാൻ്റെ കറാച്ചിയിൽ വന്നിരുന്നു, ഇസ്ലാമാബാദിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവർ അവിടെ വന്നിട്ട് ISIൻ്റെ ആൾക്കാരായിട്ട് സംസാരിച്ചു, പാകിസ്ഥാൻ്റെ പട്ടാളത്തിലെ ഉന്നതരുമായിട്ടൊക്കെ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ചത് ഹമാസിൻ്റെ ലീഡേഴ്സിനെ ഈ കാശ്മീരിലേക്ക് കൊണ്ടതിന് ചുക്കാൻ പിടിച്ചത് ഇറാൻ ഇൻ്റലിജൻസ് ആയിരുന്നു. പക്ഷേ എപ്പോഴാണ് ഈ പാകിസ്ഥാനും ഇവരും തമ്മിൽ ഇറാൻ ഇൻ്റലിജൻസ് പാകിസ്ഥാൻ എതിരെയാവുന്നത്? അതായത് പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഷിയ സുന്നി കാടിറക്കി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒരു ഷിയ രാജ്യമാണല്ലോ. അപ്പോൾ ഇറാനെ തകർക്കൽ ഇപ്പം അമേരിക്ക കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറേ സുന്നി രാജ്യങ്ങളൊക്കെ കൂട്ടുപിടിച്ച് ഇറാനെതിരെ അവർ പല കാര്യങ്ങളും ഉള്ളിലൂടെ കളിക്കുന്നുണ്ടെന്ന് ഇറാൻ ഇൻ്റലിജൻസിന് മനസ്സിലായി. അപ്പോൾ അത് മുതലെടുത്ത് പുതിയ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പല മാറ്റങ്ങളും മുതലെടുത്ത് ഇത് എന്താ പറയുക, ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്ത്യക്ക് പല കാര്യങ്ങളും പാകിസ്ഥാൻ നടത്തുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഇന്ത്യക്ക് ചോർത്തി കൊടുത്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഈ ഇറാൻ്റെ പക്കൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഡീറ്റെയിൽസ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഹമാസ് വന്ന് അവിടുത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഒക്ടോബർ 7 നടത്തിയ ഓപ്പറേഷൻ പെഹൽഗാമിൽ നടത്തി ഏകദേശം 100-300 പേരെങ്കിലും ബന്ദികളാക്കി കൊണ്ടുപോകാം. എന്നിട്ട് ഈ ബന്ദികളെ വെച്ചിട്ട് വിലവേശം. നമ്മളിപ്പം എന്താ പറയണ്ടേ, ഈ ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടന്നില്ലേ 1-2 വർഷമായിട്ട്. അപ്പോൾ ഈ ബന്ദികൾ വെച്ചിട്ടായിരുന്നു അവരെ ബാർഗെയിനിങ്. അവരെ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അവസാനം വിട്ടതിന് ശേഷം പോലും ഇവർക്ക് മനസ്സിലായി, ഇസ്രയേലിന് പോലും മനസ്സിലായില്ല. അപ്പോൾ എന്ത് തന്നെയല്ല, ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഇവിടെ നടത്തണമെന്നാണ് ഹമാസ് പാകിസ്ഥാൻ്റെ തീവ്രവാദ സംഘടനകൾ അടുത്തൊക്കെ പറഞ്ഞത്. അതായത് ഇവർ പാകിസ്ഥാനിലെത്തിയിട്ട് പാകിസ്ഥാൻ്റെ മേധാവിയുള്ള പട്ടാളത്തിൽ ഉന്നതരുമായി സംസാരിക്കുന്നു, അവിടുത്തെ പൊളിറ്റീഷ്യൻസായിട്ട് സംസാരിക്കുന്നു, പിന്നെ ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി സംസാരിക്കുന്നു, ജയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ തീവ്രവാദികളായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ലഷ്കറിൻ്റെയും ജയ്ഷയുടെയും തീവ്രവാദികളൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് ഹമാസ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിലെ ചില ഉന്നതരും പങ്കെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇറാൻ ഇൻ്റലിജൻസ് റോക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഇതിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഏകദേശം 300ഓളം പേരെ ജീവനോടെ പിടിച്ച് ബന്ദിയാക്കി കൊണ്ടുവരിക, എന്നിട്ട് അത് വെച്ചിട്ട് കാശ്മീരിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരണമെങ്കിൽ ഇവരെ ഈ 300 ബന്ദികളെ വെച്ച് വിലപേശണം. അതാണ് ശരിക്കും പാകിസ്ഥാൻ അവിടെ ലക്ഷ്യം വെച്ചത്. പക്ഷേ ആ സമയത്ത് ഇറാൻ ഇൻ്റലിജൻസിനെ ഇവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഈ സംഭവം, അതായത് ഒക്ടോബർ 7 അവിടെ ഹമാസ് ഇസ്രായേൽ ചെയ്ത മാതിരി പെഹൽഗാമിൽ കയറിയിട്ട് ഇന്ത്യൻ മണ്ണിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ ഡിസ്കഷന് വരില്ല. നിങ്ങൾ ഡിസ്കഷൻ ടേബിളിലേക്ക് ഇന്ത്യ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളെ നിഷ്കരുണമില്ലാതാക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. ഒരു കാരണവശാലും നരേന്ദ്രമോദി നിങ്ങളായിട്ട് ഡിസ്കഷന് വരില്ല. അതായത് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. നരേന്ദ്രമോദി പാകിസ്ഥാനായിട്ട് ഒരു ചർച്ചയ്ക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി അത്തരത്തിലൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇറാൻ പാകിസ്ഥാന് കൈമാറിയത്. അപ്പോൾ നിങ്ങൾ ബന്ദികളാക്കി കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. എന്തായാലും ഇവിടെ കയറി അടിച്ച് ചാമ്പലാക്കും, കറാച്ചി പോർട്ടും ഇസ്ലാമാബാദും എല്ലാം തകർത്ത് തരിപ്പണാക്കും, ഇന്ത്യയുടെ ഭാഗത്ത് സർവ്വനാശം നിങ്ങൾക്ക് വരുത്തും. അതായത് ഇനി എന്താണ് സംഭവിക്കുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, അതൊരു ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളല്ല ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇന്ത്യ വേറെ ലെവല് സംഭവങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഇന്ത്യയുടെ പവർ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് ലോകം അറിഞ്ഞു. അമേരിക്ക പോലും ഞെട്ടി. അമേരിക്ക 5 F-16 ഇന്ത്യ അടിച്ചിട്ടേ. അപ്പോൾ ഇതൊക്കെ ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെറുതെ നിൽക്കേണ്ട, ബന്ദികളാക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിക്ക്
നിൽക്കേണ്ടാവുന്നില്ലേ. പക്ഷേ അമേരിക്ക പുറകിലൂടെ കളിച്ചിട്ട്, അതായത് ആ സമയത്ത് ഇത്തരത്തിലൊരു ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ അമേരിക്ക ഇടപെട്ടിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആ സമയത്തായിരുന്നു ഈ നരേന്ദ്രമോദി സൗദിയിൽ വിസിറ്റ് ചെയ്തില്ലേ, സൗദിയിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. അപ്പോൾ അമേരിക്കയാണ് ഈ പാകിസ്ഥാനെ ചൊറിഞ്ഞ്, അതായത് ചൂടാക്കി കൊടുത്തത്. അതായത് ഇൻ കേസ് ഇന്ത്യയും സൗദിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കായിരിക്കും ഡാമേജ് ഉണ്ടാകുക, ലോങ് ടേമിൽ നിങ്ങൾക്ക് വലിയ ഡാമേജ് ഉണ്ടാകുമെന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അമേരിക്കയാണ്. അപ്പോൾ ആ സമയത്തിന് എന്താ പറയേണ്ടത്, ഇത് പാകിസ്ഥാനും ഇന്ത്യയും സൗദിയും ഒരുമിച്ച് ഡിസ്കഷൻ നടത്തുന്ന തന്നെ ആ ഒരു സമയം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. അതായത് അവരൊന്ന് പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്ത് തന്നെയാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉപദേശം കിട്ടിയിട്ട് പോലും അമേരിക്ക ചൂടാക്കിക്കൊണ്ടാണ് അവിടെ എന്താ പറയുക ബന്ദികളാക്കാതെ അവിടെ കയറി അഴിഞ്ഞാടി നിരപരാധികളായ 28ഓളം ടൂറിസ്റ്റുകൾ വെടിവെച്ചു വന്നത്. അപ്പോൾ ഇപ്പം മാറി വരുന്ന ജിയോ പൊളിറ്റിക്സിൽ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട്, അതായത് പാകിസ്ഥാൻ അമേരിക്ക കൂട്ടുപിടിച്ച് അവർ പല പല കാര്യങ്ങളും, അത് പ്രത്യേകിച്ച് ഈ സൗദി പാക് നാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത കാലത്ത് സൈൻ ചെയ്തില്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, അതായത് ഇറാനായിട്ട് ഇപ്പോൾ വലിയ ബന്ധമില്ല, IS ആയിട്ട് ഈ ഇൻ്റലിജൻസും നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലെ ബന്ധങ്ങളൊന്നും ഇപ്പോഴില്ല. അപ്പോൾ ഇന്ത്യ ഇറാനുമായിട്ട് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ആ പല പല കാര്യങ്ങളും ഇറാൻ പാകിസ്ഥാനും അമേരിക്കയും, അതായത് ISIയും CIA ഒക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ISIയും CIയുടെ പല കാര്യങ്ങളും ഇറാൻ ഇൻ്റലിജൻസ് ഇന്ത്യക്ക് റോക്ക് ചോർത്തി കൊടുക്കും. എന്നിട്ട് അത് മൊസാദിന് പങ്കുവെക്കും. ഇപ്പോൾ മൊസാദ് തന്നെയാണ് പല പല ഓപ്പറേഷൻസും അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുറേ ഹമാസിൻ്റെ ലീഡേഴ്സിനൊക്കെ തട്ടിയതും പിടിച്ചതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഖത്തറിലൊക്കെ കയറി അടിച്ചില്ലേ. അതൊക്കെ വ്യക്തമായ ഇത്തരം ഇറാനൊക്കെ കൊടുത്ത ഡാറ്റയൊക്കെ വെച്ചിട്ട് പല പല ഡാറ്റ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലെത്തുന്നത്, കറക്റ്റ് എന്താണെന്നുള്ള ഒരു സൊല്യൂഷനിലെത്തുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും പെഹൽഗാമിൽ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഹമാസ് ഓതിക്കൊടുത്ത ആ ഒരു ബുദ്ധി എന്തായാലും നടപ്പിലാക്കാൻ പറ്റിയില്ല. അത് ഇറാൻ്റെ ഒരു ഉപദേശം തന്നെയാണ്. നിങ്ങൾ അത് വെച്ച് അതിന് മുതിരേണ്ട, ഇന്ത്യ നിങ്ങളുടെ സർവനാശം വരുത്തും, നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് ഇറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ അമേരിക്ക ഇടപെട്ടിട്ട് എന്തിനായാലും ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തണം, ഇന്ത്യയെ ഇതിലേക്ക് വലിച്ചേക്കണം, അതായത് ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കണമാണ് അമേരിക്ക ആഗ്രഹിച്ചത്. അപ്പോൾ അമേരിക്ക നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ വശത്താക്കണം. ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടും, അമേരിക്കയാണ് അതിൻ്റെ ചോര കുടിക്കുന്നത്. അത് ഈ രണ്ടാൾക്കാരും തമ്മിലെടുപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന യഥാർത്ഥത്തിൽ അമേരിക്കയാണ്. അത് ആ സമയത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ അമേരിക്ക കുറേ അവരുടെ എന്താ പറയുക ഈ വെപ്പൺസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ കൊടുക്കും. അപ്പോൾ ഇന്ത്യ ഇവരായിട്ട് അടികൂടുമ്പോൾ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഡൗൺ ചെയ്യും, ഇപ്പോഴുണ്ടാകുന്ന GDP ഇതൊക്കെ കുറയും. അപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ആ സമയത്തൊക്കെ കുറേ നാളൊക്കെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് അമേരിക്ക ഇടപെട്ടിട്ട് അമേരിക്കയുടെ പല താല്പര്യങ്ങളും സംരക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് നമ്മൾ ഫൈനാൻഷ്യൽ എയ്ഡ് തരാം, പക്ഷേ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അതായത് ഇപ്പോൾ താരിഫൊക്കെ എന്തുകൊണ്ടാണ് വന്നത്, താരിഫ് എങ്ങനെയാണ് വന്നത്, ഏത് കോണ്ടക്സ്റ്റിലാണ് താരിഫൊക്കെ വന്നത്, അതായത് അവരുടെ ആവശ്യങ്ങൾ പല ജനിതക മാറ്റം വരുത്ത പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ വിറ്റഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്യണം, കണ്ണും പൂട്ടി ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ ഇന്ത്യ അതിന് മുതിരുന്നില്ല. ഇന്ത്യ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ടിട്ടാണ് ഇന്ത്യ ഒന്ന് സാമ്പത്തികമായിട്ട് ഇന്ത്യയുടെ ഗ്രോത്ത് തളർത്തണം. അപ്പോൾ ആ സമയത്ത് അമേരിക്ക ഇടപെടും, ഇന്ത്യ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ആ ഹെൽപ്പിന് മറുപടിയായിട്ട് അവരെ സഹായം എന്നോണം, തിരിച്ച് സഹായിക്കുന്നതെന്നോണം അവർ പറയുന്ന പല ബിസിനസ്, അതായത് കോൺട്രാക്ട് ഇതുണ്ടല്ലോ, ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യയിൽ വിറ്റഴിക്കാനുള്ള അനുമതി ഇന്ത്യയെന്ന് ഒപ്പിച്ചെടുക്കാം എന്നാണ് അമേരിക്ക അന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാനെ ചൂടാക്കിയിട്ട് ഇത്തരത്തിലൊരു അറ്റാക്ക് ഇന്ത്യൻ മണ്ണിൽ അഴിച്ചു വിട്ടത് എന്നാണ് ഇറാൻ ഇൻ്റലിജൻസ് പറയുന്നത്. അപ്പോൾ അവർ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, ബന്ദികളെ പിടിച്ചുകൊണ്ടിട്ട് ഇന്ത്യയായിട്ട് ബാർഗൈൻ ചെയ്യുക. പക്ഷേ ഇറാൻ്റെ ഇൻ്റലിജൻസ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് ഇപ്പോൾ ഇറാനും പല കാര്യങ്ങളും ആയിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും പാകിസ്ഥാനിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ പക്കലെത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹമാസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പോലും ഇന്ത്യ അത് ഇസ്രായേലിനെ മൊസാദിന് പോലും കൈമാറും. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഡാറ്റ ഷെയറിങ് ബാക്ക്ഗ്രൗണ്ടിലൂടെ നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഇന്ത്യ പല സ്ഥലത്തും അജ്ഞാതന്മാരെ ഉപയോഗിച്ചിട്ട് പല ആൾക്കാരും തട്ടുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.